സീമ, ഈ ദാമ്പത്യ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ അങ്ങനെയാണോ? അതായത് അത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിയേണ്ടതാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ. അദ്ദേഹം എങ്ങനെയാ, അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാ? അദ്ദേഹം കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണോ? ആന്നാന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സർ ഒരു മിനിറ്റ്. ഓ കാലമാടം വന്നു എന്നാ തോന്നുന്നത്. വന്ന ഉടനെ ചായ എവിടെയെന്ന് തോന്നുന്നു. ഓ, ഇനി താരകയുടെ മുഖം കാണാമല്ലോ. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും വിടില്ല. ചേട്ടാ പറയുന്നവരാ വന്നത്. ഇല്ലടി, നിന്നെ കാണാനല്ലേ എത്ര നേരത്തെ വന്നത്. ആ, എന്താ പരിപാടി? ഞാനൊരു ഓൺലൈൻ കൗൺസിലിംഗിലായിരുന്നു. എന്ത് കൗൺസിലിംഗ്? അതെ, നമ്മുടെ മനസ്സുള്ള സത്യസന്ധമായ സ്നേഹേ പരസ്പരം അറിയാൻ കഴിയും. നമ്മുടെ ജീവിതം റൊമാൻസ് കൊണ്ട് നിറയും. എന്തൊരു അഭിനയം! ഇതിന് ഇവൾക്ക് ഓസ്കാർ കിട്ടും. എന്തോ ഉടായിപ്പുണ്ട്. ഇതാണോ നീ പറഞ്ഞ കൗൺസിലർ? കൺഗ്രാജുലേഷൻസ്! സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എന്ന ഈ പങ്ക്തി, അതായത് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ, ഈ പരീക്ഷണത്തിൽ നിങ്ങൾ പാസ്സായിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിലെ ഈ ചിന്തകൾ മുഴുവൻ ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം. ഓ, ഇനി താരകയുടെ മുഖം കാണാമല്ലോ. ഓ കാലമാടം വന്നു എന്നാ തോന്നുന്നത്. ഓ, എന്തൊരു അഭിനയം! ഇവൾക്കൊരു ഓസ്കാർ കിട്ടും. എന്തോ ഉടായിപ്പുണ്ട്. ആ, ചേട്ടാ പാല് തീർന്നേ, കട്ടനാ. ആഹാ, അതവിടെ ഇരിക്കട്ടെ. ആരാടി ഈ കാലമാടൻ? അപ്പൊ ആരാ താടക? നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. നല്ല നടൻ എപ്പോഴും ഏട്ടൻ തന്നെ.